ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പെൻപാൽ റിപ്ലൈ ലെറ്റർ ചെയ്യുന്ന ഒരു ലോങ് വീഡിയോ ഇടാന്ന്. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം മുന്നേ ഒരു സബ്സ്ക്രൈബർ നമുക്കൊരു പെൻപാൽ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് റിപ്ലൈ ലെറ്ററും അതുപോലെ തന്നെ കുറച്ച് ക്യൂട്ട് ഐറ്റംസൊക്കെ ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ പെൻപാലൊക്കെ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ തലേദിവസം തന്നെ പെൻപാൽ എന്തൊക്കെ സെൻഡ് ചെയ്യണം, അതുപോലെ തന്നെ എന്തൊക്കെ ഐറ്റംസൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളത് ഞാൻ തലേദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഒരു പേപ്പർ എടുത്തിട്ട് ഡോംസിൻ്റെ ബ്രഷ് പെൻ വെച്ചിട്ടൊന്ന് ഒന്ന് 4 കോർണറും ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടാണ് കേട്ടോ റിപ്ലൈ ലെറ്റർ ചെയ്യുന്നത്. ലെറ്റർ എന്നൊക്കെ പറയുന്നത് സീക്രട്ട് ആണല്ലോ. അപ്പോൾ ലെറ്ററിൽ എന്തൊക്കെ എഴുതി എന്നുള്ളതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിക്കുന്നില്ല. പിന്നെ അതിന് ശേഷം കുറച്ച് സ്റ്റാമ്പ്സും സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചാണ് കേട്ടോ ഈ ഒരു ലെറ്റർ പേപ്പർ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാമെന്ന് കരുതി. ഓവറായിട്ടൊന്നും ചെയ്തിട്ടില്ല, സിമ്പിളായിട്ട് മിനിമലായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഒരു സിമ്പിളായിട്ട് ചെയ്യുമ്പോഴായിരിക്കും ഒരു എലഗൻറ്റ് ലുക്കായി വരുന്നത്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടാണ് കേട്ടോ ഈ ഒരു ലെറ്ററിൻ്റെ പേപ്പർ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ട് ആൾ ലെറ്ററിൽ എഴുതിയ കാര്യങ്ങൾക്കൊക്കെ റീപ്ലൈ ആയിട്ടും അതുപോലെ തന്നെ ആൾ ചോദിച്ച ക്വസ്റ്റ്യൻസും അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഈ ഒരു പെൻപാൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ലെറ്ററും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കഴിഞ്ഞ ശേഷം ഞാൻ എൻവലപ്പിലേക്ക് റെഡിയാക്കി വെക്കുന്നുണ്ട്. ഈ ഒരു എൻവലപ്പും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തന്നെ ഒരു ലോങ് വീഡിയോ ഇപ്പോൾ, അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഞാൻ തലേദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഫുള്ളായിട്ടൊന്ന് പ്ലെയിനായി കിടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരു റെഡ് മാർക്കർ വെച്ചിട്ട് കുറച്ച് ഹെഡ് ഷേപ്പൊക്കെ അരച്ചു കൊടുക്കാമെന്ന് കരുതി. പിന്നെ നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു അതിനൊരു റിപ്ലൈ ആയിട്ട് ആൻസർ ആയിട്ട് എഴുതിയാണ്. അപ്പോൾ ഇതേപോലത്തെ ഒരു പേപ്പർ എടുത്തിട്ട് ആൻസേഴ്സിനൊക്കെ ആദ്യം തന്നെ എഴുതി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടാണ് കേട്ടോ അതിൻ്റെ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് ആൾക്ക് കുറച്ച് എൻ്റെ വകയായിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളും അതുപോലെ തന്നെ ജനറൽ സപ്ലൈസൊക്കെ കൊടുക്കാതെ. അപ്പോൾ ഈ ഒരു സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഓരോ ഐറ്റംസ് പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള സ്പേസിലേക്ക് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ആണ് കേട്ടോ പ്രിൻ്റ് എടുക്കാറ്. അപ്പോൾ ഇതും അതുപോലെ തന്നെ പ്രിൻ്റ് എടുത്തിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ അതൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലത്തെ ഒരു കുഞ്ഞ് എൻവലപ്പിലാക്കിയിട്ട് സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ എൻ്റെ വകയായിട്ട് ഒരു കുഞ്ഞു ഡയറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇത് എൻ്റെ അടുത്തുള്ള ഒരു പഴയ ഡയറിയിൽ പേജസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ ഒരു കുഞ്ഞു ഡയറി ആക്കാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലത്തെ പേജസൊക്കെ ഇതേപോലെ കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്ത് മൊത്തമായിട്ട് ഫെവിക്കോൾ പശ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡയറി നമുക്ക് കുഞ്ഞ് അതായത് എന്താ പറയുക ജേർണലോ അല്ലെങ്കിൽ ടു ഡു ലിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതാ ഒരു ഡയറി ഉണങ്ങി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു എന്താ പറയുക ഒരു ചട്ട, അതായത് നോട്ട്ബുക്കിനൊക്കെ ഉണ്ടാകുന്ന പോലത്തെ ഒരു സംഭവമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് കരുതി. പിന്നെ അതൊക്കെ ഒട്ടിന് ശേഷം അതൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അതും ഇതേപോലെ തന്നെ ഒരു ഓഫ് വൈറ്റ് പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ കവർ ചെയ്തെടുക്കുന്നത്. പിന്നെ ഞാൻ
വിചാരിച്ചു ഒന്ന് ക്യൂട്ടാക്കി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഈ ഒരു ബ്ലൂ കളർ, അതായത് ഡോംസിൻ്റെ ബ്രഷ് പെൻ വെച്ചിട്ട് ലൈനായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. മെയിനായിട്ട് വരക്കാൻ ഉദ്ദേശിക്കുന്നത് ഗ്രിഡ് ലൈനാണ്. അപ്പോൾ അതാകുമ്പോൾ കുറച്ചുകൂടെ ഒരു എലഗൻ ലുക്ക് ആൻഡ് ഭംഗിയൊക്കെ ആയി വരും. പിന്നെ കൂടുതലായിട്ടൊന്നും ഡിസൈൻ ചെയ്ത് കൊളാക്കാനായിട്ട് ഞാൻ നിന്നിട്ടില്ല. അപ്പോൾ മെയിനായിട്ട് തന്നെ ഈ ഒരു ഗ്രിഡ് ലൈൻ മാത്രമായിട്ടാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ വേറൊരു എൻവലപ്പിൽ എൻ്റെ അടുത്തുള്ള പാറ്റേൺ പേപ്പേഴ്സും അതുപോലെ തന്നെ കുറച്ച് സ്റ്റാമ്പ് സ്റ്റിക്കേഴ്സും പിന്നെ ജേണൽ സപ്ലീസൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ അതിൽ ആൻസേഴ്സ് എഴുതിയതും കൂടെ അതിൽ വെച്ചിട്ട് ഈ ഒരു സ്റ്റിക്കർ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് അതും ഈ ലെറ്ററിൻ്റെ പേപ്പറിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടാതെ ഈ ഒരു ലെറ്ററിൻ്റെ ബാക്ക് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാമെന്ന് കരുതി. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ പെൻപാലം കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് തരണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാം നെയിമും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ എല്ലാം ഫൈനലി എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ എൻ്റെ അടുത്തുള്ള കുറച്ച് ത്രെഡും കാര്യങ്ങളൊക്കെ അതും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് പാറ്റേൺ പേപ്പേഴ്സും അതൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു സിമ്പിൾ പെൻപാൽ. അപ്പോൾ ഞാൻ എൻ്റെ മാക്സിമം ഇതുപോലെ വർക്കൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പെൻപാൽ ആൾക്ക് ഇഷ്ടമാവുമെന്ന് കരുതുന്നു. പിന്നെ എന്തായാലും നെക്സ്റ്റ് ഡേ ഇത് സെൻഡാക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ പെൻപാൽ സെൻഡ് ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ ബൈ.